ഹിന്ദു ദൈവങ്ങളെ അവഹേളിക്കുന്നു സഖാക്കളെ ഒരു ചോദ്യമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി പത്തനംതിട്ടയിൽ നിന്നുള്ള പ്രതിനിധി ശ്രീ സിജി ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, നേരത്തെ ശ്രീ ആർ വി ബാബു സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ പ്രതിഷേധം ഉയർന്നു വരേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ സംസ്കൃതിയെ, നമ്മുടെ പൈതൃകത്തെയാണ് അദ്ദേഹം ഇങ്ങനെ വലിയ വിമർശന വിധേയമാക്കിയിരിക്കുന്നത്. ഇത് BJPക്കെതിരെയുള്ള വിമർശനമല്ല, RSSനെതിരെയുള്ള വിമർശനമല്ല, മറിച്ച് ഒരു വിശ്വാസ രീതിക്കെതിരെയുള്ള, വിശ്വാസ സംഹിതയ്ക്കെതിരെയുള്ള വിമർശനം തന്നെയാണ്. ആ അർത്ഥത്തിൽ വലിയ പ്രതിഷേധം തന്നെയാണോ KP ഉദയഭാനുവിൻ്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ നിന്നും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്? KP അത്തരത്തിൽ വേണം മനസ്സിലാക്കാൻ. കാരണം ഇതാദ്യമായല്ല CPM നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് ഇത്തരം വിമർശനങ്ങൾ ഉയർന്നു വരുന്നത്. ഹിന്ദു ദൈവങ്ങളെയും ഹിന്ദു ആരാധനാ രീതികളെയും പൊതുമധ്യത്തിൽ ഇത്തരത്തിൽ അവഹേളിക്കുക എന്നത് CPM നേതാക്കന്മാരുടെ ഒരു സ്ഥിരം ശൈലിയായി മാറിയിട്ടുണ്ട്. നമുക്കറിയാം, നേരത്തെ ഗണപതിയെയും ഒപ്പം ശബരിമല വിഷയങ്ങളും ഒക്കെ വന്ന സമയങ്ങളിൽ CPM നേതാക്കന്മാർ നടത്തിയ പ്രതികരണങ്ങൾ, അത്തരം പരാമർശങ്ങളൊക്കെ അത്തരത്തിൽ ഹൈന്ദവ വിശ്വാസങ്ങളെ മുറിവേൽപ്പിക്കുന്നതായിരുന്നു. ഇപ്പോൾ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലൊരു ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. കോന്നി DFO ഓഫീസിലേക്ക് CPM നടത്തിയ മാർച്ചിനിടയിലാണ് ഇത്തരം ഒരു പരാമർശം ഉണ്ടായത്. ആ സംഭവവുമായി ബന്ധപ്പെട്ട് അത്തരത്തിലൊരു പരാമർശം നടത്തേണ്ട യാതൊരു സാഹചര്യം ഇല്ലായിരുന്നപ്പോഴും ഹിന്ദു ദൈവങ്ങളുമായി ബന്ധപ്പെട്ട ആരാധനാ രീതികളെ അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസങ്ങളെ അവിടേക്ക് വലിച്ചിഴച്ച് മനഃപൂർവ്വം അത്തരം ചില അത് തന്നെയാണ് ഉമേഷ്. ഇവിടെ ഈ കോന്നിയിലെ വനം വകുപ്പ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിലാണ് ജില്ലാ സെക്രട്ടറിയുടെ ഇത്തരം ഒരു പരാമർശം ഉണ്ടായിട്ട്, ഒരു അനവസരത്തിലുള്ള പരാമർശം. പക്ഷേ അത് കൃത്യമായ ബോധപൂർവം തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു, അല്ലേ? പൂർവ്വം തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു KP. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ KP പറഞ്ഞതുപോലെ തന്നെ ഇത് DFO ഓഫീസിലേക്ക് നടത്തിയ CPMന്റെ പ്രതിഷേധ മാർച്ചായിരുന്നു. കർഷകർ നേരിടുന്ന വന്യജീവി പ്രശ്നത്തെ ഉയർത്തിക്കാട്ടേണ്ടത്, അതിന് പരിഹാരം കാണേണ്ടത് ഒരു പരിധിവരെ സംസ്ഥാന സർക്കാരാണ്. എന്നാൽ ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടുകയും അത് കേന്ദ്ര സർക്കാരിന്റെ മുകളിലേക്ക് ചുമത്തുകയുമാണ് കഴിഞ്ഞ കുറെ നാളുകളായി CPM കേരളത്തിൽ ഉടനീളം നടക്കുന്നത്. പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയിൽ ഒന്നിലധികം തവണ ഇത്തരം ചില ഫോറസ്റ്റ് ഓഫീസ് മാർച്ചുകളൊക്കെ CPMന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരുന്നു. കാട്ടുപന്നി ശല്യം രൂക്ഷമായ പ്രദേശങ്ങളിൽ, ഒപ്പം വന്യജീവി പ്രശ്നം രൂക്ഷമായ പ്രദേശങ്ങളിൽ അതിൽ കൃത്യമായ നടപടി എടുക്കാൻ സംസ്ഥാന സർക്കാർ അതിന് മുതിരാതെയും അതിന് കേന്ദ്ര സർക്കാരിന്റെ മുകളിലേക്ക് അതിന് പഴിചാരുകയും ചെയ്തു. അത്തരം സംഭവങ്ങളുടെ ഭാഗമായി നടത്തിയ ഒരു മാർച്ചിനിടയിലാണ് പന്നി വിഷയവുമായി ബന്ധപ്പെട്ടാണ്, ഇത്തരം കാട്ടുപന്നി ശല്യവുമായി ബന്ധപ്പെട്ടാണ് KP ഉദയഭാനുവിന്റെ ആദ്യ പ്രതികരണം ഉണ്ടാകുന്നത്. ഹിന്ദുക്കളുടെ അല്ലെങ്കിൽ വിശ്വാസപ്രകാരം വിഷ്ണുവിന്റെ അവതാരമായ പന്നി അത് കടലിൽ നിന്ന് ഭൂമിയെ കുത്തിയെടുത്തുകൊണ്ട് വന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കടലും ഭൂമിയിലാണ് എന്ന് ഇവർക്കറിയില്ല എന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രചരണം ഉണ്ടായത്. മാത്രമല്ല, കാട്ടുപന്നിയെ വെടിവെക്കാനായി കേന്ദ്ര സർക്കാർ അനുവാദം നൽകാത്തതിന്റെ കാരണം അത് വിഷ്ണുവിന്റെ അവതാരമായതുകൊണ്ടാണ് എന്നതാണ് അദ്ദേഹത്തിന്റെ ഒരു വ്യാഖ്യാനമായി വന്നത്. ഒപ്പം ചൈനയിൽ പാമ്പിനെ കറി വെച്ച് കഴിക്കുമ്പോൾ ഇന്ത്യയിൽ അതിനെ ആരാധിക്കുകയാണ്, കുരങ്ങിനെയും മറ്റു രാജ്യങ്ങളിൽ കൊല്ലുമ്പോൾ ഇവിടെ അതിനെ ദൈവമായി കാണുന്ന എന്ന തരത്തിലാണ് KP ഉദയഭാനുവിന്റെ പ്രതികരണം ഉണ്ടായത്. അത് അനവസരത്തിൽ അത്തരം യാതൊരു പ്രതികരണത്തിന്റെയും ആവശ്യമുണ്ടായിരുന്ന സ്ഥലമല്ല. അല്ലെങ്കിൽ ഏതെങ്കിലും പ്രതിഷേധം നടത്തണമെന്നുണ്ടെങ്കിൽ അതിന് മറ്റു പല മാർഗങ്ങളും ഉണ്ടായിരിക്കും. ഹൈന്ദവ വിശ്വാസങ്ങളെയും ഇത്തരം ചിന്താധാരകളെയും ഒക്കെ പരസ്യമായി അവഹേളിക്കുക എന്നത് CPMന്റെ ഒരു നയമായി മാറിയിരിക്കുന്നു. അതിന്റെ ഏറ്റവും അവസാന ഉദാഹരണമായി മാത്രമേ KP ഉദയഭാനുവിന്റെ ഇന്ന് കോന്നിയിൽ നടത്തിയ പ്രസംഗത്തെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. KP.